ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലത്തെ പൂജയെല്ലാം കഴിഞ്ഞു, എല്ലാം റെഡി ആയിരിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ 2 ദിവസത്തെ വ്ളോഗ് ഒരുമിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ മനു റിട്ടേൺ ആയി, ബുദാപെസ്റ്റിൽ സുഖമായിട്ട് എത്തി. അപ്പോൾ ഫെബ്രുവരി 14 ഉള്ള വ്ളോഗും 15 ശിവരാത്രിയുടെ വ്ളോഗും എല്ലാം അവന് പാക്ക് ചെയ്തതും അതേമാതിരി അവൻ അവിടെ എത്തിയതും എല്ലാം കൂടി ചേർന്നിട്ടുള്ള അതിൻ്റെ ഇടയിൽ വരുന്ന ഓർഡറുകളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ രാവിലെ തന്നെ നമ്മൾ പൂജാ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു. നേരത്തെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് രാവിലെ നേരത്തെ തന്നെ ഡെലിവറി ഉണ്ടായിരുന്നു. അതായത് മെതുവട, പ്ലെയിൻ ഇഡ്ഡലി, റവ ഇഡ്ഡലി, അതേമാതിരി സാമ്പാർ, വൈറ്റ് ചട്നി, ഇതിൻ്റെ ഡെലിവറി ആയിരുന്നു. എനിക്ക് ഓർഡറും ഡെലിവറി ആയിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ 6:45 നമുക്ക് ഡെലിവറി വരുന്നുണ്ടായിരുന്നത്. സോ അവർ തന്നെ വന്ന് വാങ്ങിയിട്ട് പോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓരോ ബോക്സിലും 4 വെച്ചിട്ടാണ് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 സെറ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ 4 റവ ഇഡ്ഡലി, ഒരു 4 പ്ലെയിൻ ഇഡ്ഡലി വേറൊരു ഇതിലേക്ക്, അതേമാതിരി തന്നെ 4 മെതുവട ഒരു ബോക്സിൽ. അങ്ങനെയാണ് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള രീതിയിൽ പറഞ്ഞത്. അങ്ങനെ എന്താണ് കുറേ സെറ്റുകളാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈറ്റ് ചട്നി, അതേമാതിരി തന്നെ ടിഫിൻ സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ റെഡിയാക്കി വെച്ചു. അവർ 6:30 അവർ വരുന്നു പറഞ്ഞു. 6:45 വന്നിട്ട് അവർ കൊണ്ടുപോയി നമ്മളെല്ലാം കറക്റ്റായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഇതുപോലെ ബോക്സിലാക്കിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് അവർക്കൊരു കൺഫ്യൂഷൻ വേണ്ടല്ലോ, ഏതൊക്കെയാണ് ഒരു കാറ്റഗറിയിൽ എന്നുള്ള രീതിയിൽ എല്ലാം എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 11 മണിക്ക് ഒരു ക്ലയൻറ്റ് വന്നിട്ട് നമ്മളുടെ അടുത്ത് സാധനങ്ങൾ ഉച്ചയ്ക്ക് അവർക്ക് വേണ്ടത് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കേരള പൊറോട്ട, നമ്മുടെ സാധാരണ പൊറോട്ട പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർക്കും മെതുവട വേണമായിരുന്നു. പക്ഷെ അവർക്ക് ഇങ്ങനെ കാറ്റഗറൈസിങ് ഒന്നുമല്ല, അവർക്ക് എണ്ണക്കണക്കായിരുന്നു കേട്ടോളൂ. പിന്നെ അവർക്ക് വേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലുള്ള വെജിറ്റബിൾ കുറുമ, പിന്നെ അവർ ചോദിച്ചിരുന്നത് നാടൻ ചിക്കൻ കറി, തേങ്ങ അരയ്ക്കാത്ത ചിക്കൻ കറിയാണ്, നാടൻ രീതിയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതും നമ്മൾ ഉണ്ടാക്കി. ബിക്കോസ് അവർക്ക് അതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് ഗീ റൈസ് ആയിരുന്നു. അപ്പോൾ അവർ ഗീ റൈസും കൂടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിനീസ് കിച്ചണിലെ ചിക്കൻ കറി എല്ലാവരും പറയുന്ന മാതിരി കുറേ കഷ്ണങ്ങളുണ്ടാവും വിനീസ് കിച്ചണിൽ ചിക്കൻ കറിക്ക് എന്ന് പറയാറുണ്ട്. യെസ്, അത് സത്യം തന്നെയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ കറിയിൽ എത്തി നോക്കുന്ന പോലെ ഉള്ള ചിക്കൻ പീസസ് കണ്ടിട്ടാണ് ഞാൻ എപ്പോഴും തീരുമാനിക്കാറുള്ളത്. അങ്ങനെ പാടില്ല. നമ്മളെപ്പോൾ കൊടുക്കുമ്പോഴും ആൾക്കാർക്ക് കണ്ണ് നിറയെ കാണുന്ന പോലെ കൊടുക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് അവരൊക്കെ അതൊക്കെ കൊണ്ടുപോയി. ഇതാ ഇനിയിപ്പോൾ മനുവിൻ്റെ പാക്കിംഗ് നമുക്ക് നോക്കാം. സോ കുട്ടി വീണ്ടും യാത്രയായി. 10 days trip very quickly. യെസ്, 10 days വെരി ക്വിക്ക്ലി. അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മനുവിന് എന്തൊക്കെയാണ് പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ് എന്നുള്ളത്. യൂഷ്വലി പോയ പ്രാവശ്യം വന്നപ്പോൾ അവൻ ഇതൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ അവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവം തന്നെയാണ്, വേറെ ബ്രാൻഡാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം അവൻ ഇത് കൊണ്ടുപോകാനുള്ള കാരണം എന്താ വെച്ചാൽ സെക്കൻഡ് സെമിസ്റ്റർ തുടങ്ങുന്നതുകൊണ്ടും പ്രിപ്പറേഷൻസ് കൂടുതൽ വേണ്ടതുകൊണ്ടും ഇനി ടൈം നമുക്ക് ഒട്ടും ഇല്ലാത്തതുകൊണ്ടും ഇനി അവൻ ഫസ്റ്റ് വീക്ക് അവൻ ഒട്ടും സമയമില്ല, അവന് ലഞ്ച് കൊണ്ടുപോകണം എന്നുള്ള ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ അവൻ പറയുന്നത് എന്താ വെച്ചാൽ കുറച്ച് പറാത്തകൾ തന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസം ഷെഡ്യൂൾ ഒന്ന് ശരിയാവുന്ന വരയ്ക്കും കാര്യങ്ങൾ ഓടിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ സ്നാക്സ് ആണ് വാങ്ങിച്ചിരിക്കണം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം പാക്ക് ചെയ്യണ കൂട്ടത്തിൽ. അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് അവന് ഇഷ്ടമുള്ള സംഭവങ്ങൾ മുഴുവനാണ്. ആക്ച്വലി ഈ ബ്രാൻഡ് അവിടെ കിട്ടുന്നുണ്ട്, അസ്ലി പറാത്ത, അശോകട കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത് അവന് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെയാണ്. കോയിൻ പറാത്ത, അതേമാതിരി തന്നെ അണിയൻ പറാത്ത, പിന്നെ മലബാർ പറാത്ത, പിന്നെ വാടിലാലിൻ്റെ പനീർ കുൽച്ച. ഇതൊക്കെ അവന് ജസ്റ്റ് ഇതാക്കിയാൽ മാത്രം മതി. ഇത് ഫുൾ ആലു പറാത്തയാണ്. ഇനിയിപ്പോൾ ഇത് എങ്ങനെ കൊണ്ടുപോകണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറയുക, ഇതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തെർമിക് ബാഗിലാണ് വെക്കാൻ പോകുന്നത്. സോ ദാറ്റ് അത് വളരെ കോൾഡായിട്ടുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് പാക്ക്. അപ്പോൾ നമ്മളിതാ ഇതുപോലെയാണ് ബാഗ്സിൽ ആക്കിയിട്ട് വെക്കുന്നത്. ആൻഡ് കുറേ നേരത്തേക്ക് ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. സോ നേരെ പോയിട്ട് അതിനെ ഫ്രീസറിൽ വെച്ചാൽ മതി. ഇനിയുള്ള സാധനങ്ങൾ വെക്കാൻ പോകുന്നു.
അപ്പോൾ ഇനി അടുത്തത് നമ്മൾ എന്തൊക്കെയാണ് അവന് വെച്ച് കൊടുത്തിരിക്കണം എന്ന് നോക്കുകയാണെങ്കിൽ അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രസഗുല്ല, ടിന്നിൽ വരുന്ന രസഗുല്ല. പിന്നെ ഈ രാവിലെ 5:30-6 മണിക്കൊക്കെ നേരത്തെയൊക്കെ ഉള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ എണീറ്റിട്ട് അവന് പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കഴിക്കാനുള്ള അവിലുപ്മാവ് ഇങ്ങനെ ബോക്സിൽ കിട്ടുന്ന പോലെ. പിന്നെ തിക്ക് അവിൽ വാങ്ങിക്കൊടുത്തയച്ചിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്രാവശ്യം വരുന്ന സമയത്ത് തിന്നവിലായതുകൊണ്ടല്ലേ അവന് പ്രശ്നമായത്. പിന്നെ ദുബായിൽ അവന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ക്രോസോൻ്റെ ഉള്ളിൽ ഉള്ള പിസ്റ്റാച്ചിയോ ഇതുപോലെ. പിന്നെ റിംഗ് മുറുക്കുകൾ, ചിപ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അവന്. പിന്നെ വന്നിട്ട് പെനഡോൾ എക്സ്ട്രാ പ്ലസ് ഒരു ടൈഗർ ബാമും കൂടി കൊടുത്തയച്ചിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ള രീതിയിൽ ഇത് 2 മതി എന്ന് വിചാരിച്ചിട്ടാണ്. ബിക്കോസ് ഈശ്വരൻ അനുഗ്രഹിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല, ബാക്കി മരുന്നുകളൊക്കെ അവിടെയുണ്ട്. പിന്നെ ഈ തൈരിലിട്ട് കഴിക്കുന്ന പോലെ നമ്മൾക്കിപ്പോൾ ഒരു ചോറും തൈരും മാത്രമാണെങ്കിൽ അവൻ കുറച്ച് മിച്ചറൊക്കെ വെച്ച് കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ പലതരം മുറുക്കുകൾ, മിച്ചർ, ബൂന്തി, അതേമാതിരി അവന് ഇഷ്ടപ്പെടുന്ന പല മുറുക്കുകളൊക്കെയാണ് ഞാൻ കൊടുത്തയച്ചത്. എന്താ വെച്ചാൽ ഇനി അവൻ തിരിച്ച് ജൂലൈയിൽ വരുന്ന വരയ്ക്കും ഇല്ലെങ്കിൽ ഞാൻ പോകുന്ന വരയ്ക്കൊക്കെ ഇത് ഒപ്പിച്ച് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ അവിടെ കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ മാത്രമേ അവനത് പോയിട്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഞാനുള്ള സമയത്തായിരുന്നു അവൻ എല്ലാ കാര്യങ്ങളും പോയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ഒറ്റയ്ക്കൊന്നും അവൻ ഒരു കാലത്തും പോകാൻ പോകുന്നില്ല. കുട്ടി തരൂ ഞാൻ പാക്ക് ചെയ്തു. ഈ നാടകം പോലെ ഡോക്യുമെൻ്ററിയിലത്തെ നാടകം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഉള്ള കാര്യം പറയും. നീ ഒരു 10 ദിവസത്തേക്ക് 15 ജീൻസാണ് കൊണ്ടുവരിക പൊന്നോ? ഞാൻ അറിയാതെ ചോദിക്കുകയാണ്. ഞാൻ 1 ജീൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്നിട്ട് ഞാൻ മര്യാദയ്ക്കുള്ള കോലത്തിൽ തന്നെ കണ്ടിട്ടില്ല. ഒന്നും വല്ല ചർപ്പറ എന്നുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നടക്കണ കാണാം. അതല്ല, അത് പോട്ടെ. ഇപ്പം ഇത്രയും ഞാൻ വെച്ചു, ഇതിൽ ഒരു ജട്ടി ഞാൻ കണ്ടിട്ടില്ല. എവിടെ ജട്ടി? ഇത് ഇത്രയേ ഉള്ളൂ നിനക്ക്? ഇതാണ് ജട്ടി? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ കണ്ണേട്ടാ, ഇവന് ഇത്രയേ ഉള്ളൂ ജട്ടി? നീ ഇപ്പൊ ഇടാനുള്ളത് മാറ്റി വെച്ചോ? അതിന് ജട്ടിയോ സോക്സോ എടുക്കാനുള്ള, അവിടെ പോയിട്ട് ഇടാനുള്ള ജാക്കറ്റോ, ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇടാനുള്ള ജാക്കറ്റോ? ഇനി ബാക്കിയുള്ള ഡ്രസ്സും കൂടി വെക്കും. നമ്മൾ ഓവർ വെയ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ രാമ. എത്ര? കറക്റ്റ് 39. വന്നപ്പോൾ വല്ല ഉണക്ക പോലത്തെ ഒരു പെട്ടിയും കൊണ്ടുവന്ന 15 ജീൻസും അതിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടുന്ന് പോണ സമയത്ത് നിനക്കറിയില്ല നിനക്ക് സാധനം കൊണ്ടുപോകണമെന്ന്. അവിടുന്ന് 17 കിലോ കൊണ്ടുവരൂ. അപ്പൊ നീ 17 കിലോ എന്തിനു കൊണ്ടുവന്നു? എംടി ആയിട്ട് വരണ്ടേ? കഷ്ടം. ഓക്കെ, ഇനി അടുത്ത പെട്ടി പോരട്ടെ. നാട്ടിലേക്ക് പോകുന്ന ആളുടെ ശ്രദ്ധയ്ക്ക് അടുത്ത പെട്ടി വരാൻ സമയമായിരിക്കുന്ന വിവരം അറിയിച്ചു കൊള്ളുന്നു. ഇത് ഞാൻ ഇവിടെ ഇരിക്കണേ, എനിക്ക് പോണം കുട്ടി. എനിക്ക് ഓർഡർ ഉണ്ടെന്ന്, എനിക്ക് പോയിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ കണ്ണേട്ടനും നാട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് കണ്ണേട്ടൻ്റെ പെട്ടിയൊക്കെ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അടുത്ത ഓർഡറിന് സമയമായി. ഞാൻ വേഗം താഴെ വന്ന് ഓർഡറൊക്കെ പ്രിപ്പയർ ചെയ്തു. ഇത് 4 ദിവസത്തേക്ക് ഒരു ക്ലയൻറ്റിന് കഞ്ഞി, പയറ്, മെഴുക്കുവരട്ടികൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ചുട്ട പപ്പടം, പിന്നെ നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള ചമ്മന്തി, പുളിയിട്ടിട്ടുള്ള ചമ്മന്തി, പിന്നെ പലതരം മെഴുക്കുവരട്ടികൾ, അതായത് ക്യാബേജ് മെഴുക്ക് വരട്ടി, പേർപ്പിൾ ക്യാബേജ് മെഴുക്ക് വരട്ടി, നമ്മുടെ വയലറ്റ് ക്യാബേജ് ഇല്ലേ, ആ ക്യാബേജ് മെഴുക്ക് വരട്ടി, അതേമാതിരി തന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടിയുള്ള മെഴുക്ക് വരട്ടി, അങ്ങനെ പലതരമുള്ള മെഴുക്ക് വരട്ടികൾ വേണം. ഒരു 4 ദിവസത്തേക്കുള്ള കഞ്ഞിയും പയറുമാണ് വേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കഞ്ഞിയും പയറും ഇട്ടിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള മെഴുക്ക് വരട്ടികളും അവർക്ക് ആക്കി വെച്ച് കൊടുത്തു. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടുള്ള രീതിയിൽ ക്ലയൻറ്റുകൾ പലതും നമുക്ക് ഓർഡർ തരാറുണ്ട് ഒരു ദിവസം. ഞാൻ നിങ്ങളുടെ അടുത്ത് പോയ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ പലതും ഇടയ്ക്കായിട്ടുള്ള രീതിയിൽ ഒരു ദിവസം പലതും കമ്പൈൻ ആയിട്ടാണ് വരാറുള്ളത്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ വലിയ ഒരു ടാർഗറ്റ് നമുക്കുള്ളത്. എന്താ വെച്ചാൽ നമ്മളത് എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട സമയവും
അവർ വന്ന് കൊണ്ടുപോകേണ്ട സമയമൊക്കെ നമുക്ക് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പഴയ തന്നെയാണ്, ഭയങ്കര പാട് തന്നെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ എന്താ പറയുക, ഞാനാണ് അബുദാബിക്ക് ഡ്രൈവ് ചെയ്തത്. കണ്ണേട്ടനും പോകുന്നതുകൊണ്ട് കണ്ണേട്ടൻ്റെ വണ്ടിയിലല്ല, എൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോയത്. അവർ രണ്ടുപേരെയും അബുദാബി എയർപോർട്ടിൽ ഞാൻ ഡ്രോപ്പ് ചെയ്തു. അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം ശിവരാത്രി ആയിരുന്നു. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എനിക്ക് ഓർഡറും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ നമ്മൾ പൂജയൊക്കെ ചെയ്തു. ശിവരാത്രിയുടെ ആ ഒരു പാലഭിഷേകവും ഭഗവാനുള്ള പാലഭിഷേകമൊക്കെ ചെയ്ത് നമ്മൾ വിളക്കൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്നത്തെ ശിവരാത്രി ദിവസം ഉള്ള ഓർഡറിൻ്റെ ഡെലിവറി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്രയും പുലർച്ചെ ഉള്ളൊരു ഡെലിവറി ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ അവർ ചോദിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട്, നേന്ത്രപ്പഴം നുറുക്ക്, അതേമാതിരി തന്നെ കറുത്ത കടല. അപ്പോൾ ഇതെല്ലാമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അപ്പോൾ എത്ര നേരത്തെ ആയിരിക്കണം ഞാൻ എന്താണ് പറയുക പൂജ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. എന്താ കാരണം എന്ന് വെച്ചാൽ 5:45 അവർ കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. അപ്പോൾ എൻ്റെ പഴംനുറുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 രീതിയിലാണ് നമ്മൾ പഴംനുറുക്ക് ചെയ്യാറുള്ളത്. അവർക്ക് ശർക്കരയിലിട്ടിട്ടുള്ള പഴംനുറുക്കാണ് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശർക്കരയിലിട്ടിട്ടുള്ള പഴംനുറുക്കാണ് ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെ നേന്ത്രപ്പഴത്തിനെ ഞാൻ വേവിക്കാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വെന്തു എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശർക്കരയിൽ നമ്മൾ നെയ്യിട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഈ നേന്ത്രപ്പഴത്തിനെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുക. നല്ല സൂപ്പർ രുചിയാണ്. നിങ്ങൾ എന്തെങ്കിലും അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ കറുത്ത കടല റെഡി ആയിക്കൊണ്ടിരിക്കണം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള കറുത്ത കടലയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ക്ലയൻറ്റിന് വേണ്ടത് ചിരട്ടപ്പുട്ടായിരുന്നു. അതുകൊണ്ട് ചിരട്ടപ്പുട്ട് അതിന് കുറച്ച് സമയം എടുത്തിട്ടാണ് ചിരട്ടപ്പുട്ട് ആവുക. എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഇതേ ഉള്ളൂ. ഇനി ഒന്ന് 2-3 വാങ്ങിച്ച് വെക്കണം. അപ്പോഴേ എനിക്കൊന്ന് മാറിയിട്ടുള്ള രീതിയിൽ ഇതാക്കാൻ പറ്റുള്ളൂ. തേങ്ങ അരച്ചിട്ട് ഉള്ള നമ്മുടെ സാധാരണ കടലക്കറി തന്നെയാണ് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഏർലി മോർണിംഗ് ഡെലിവറി എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും വലിയൊരു സംഭവം. എന്താ വെച്ചാൽ ഇതെല്ലാം ആയി നല്ല പാക്ക് ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഇതാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതും കൂടിയായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കാൽക്കുലേഷൻസ് എല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ ശർക്കരയിൽ ഇങ്ങനെ നെയ്യ് ഇട്ടിട്ട് അതിനെ നന്നായിട്ട് കുറുകി എടുക്കുന്ന ഒരു കാര്യമാണ് ഈ ശർക്കര ഇട്ടിട്ടുള്ള എന്താണ് പറയുക നേന്ത്രപ്പഴം നുറുക്ക് ഞാൻ ചെയ്യാറുള്ളത്. അത് ഈ ഓണത്തിനൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. കഴിച്ചിട്ടുള്ള എല്ലാവരും എൻ്റെ അടുത്തുനിന്ന് ഇങ്ങനത്തുള്ള പഴനുറുക്കാണ് പൊതുവേ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ യെസ്, അങ്ങനെ മനുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവൻ 2 പ്രാവശ്യമായിട്ടാണ് വന്നു പോയത്. 2 പ്രാവശ്യം പോയ പ്രാവശ്യം അവൻ ഒരു 4-5 ദിവസമായിട്ടുള്ള രീതിയിൽ വന്നു. പിന്നെ നമ്മൾ നാട്ടിലേക്കൊക്കെ പോയി അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ഒക്കെ തീർത്തു തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് അവൻ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് അവൻ്റെ മെയിൻ പരീക്ഷയെല്ലാം തീർത്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവൻ്റെ വെക്കേഷൻ എന്നുള്ള നിലയിൽ ഒരു 10 ദിവസം എന്നുള്ള നിലയിൽ അവൻ വന്നിട്ട് തിരിച്ചു പോയതാണ്. ഇനിയിപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കൂടെ ഞാൻ പോകേണ്ടതായിരുന്നു. പക്ഷേ എനിക്കിവിടെ വിട്ടിട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാനിപ്പോൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ വഴിയേ നിങ്ങളുടെ അടുത്ത് പറയാം. കാര്യങ്ങളെല്ലാം അതുപോലെയാണ്. എനിക്കിവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മോനെ അങ്ങനെ പറഞ്ഞു വിട്ടതിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് കൂടെ പോയി അവൻ എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ഒരാഴ്ചക്കുള്ളിലെങ്കിലും ഒരാഴ്ച ഞാൻ തിരിച്ച് വരണം എന്നുള്ള രീതിയിലായിരുന്നു. ആ ഒരാഴ്ച പോലും എനിക്ക് വിട്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, എനിക്ക് അവൻ ഇന്നലെ കയറിപ്പോകണ കണ്ടപ്പോൾ ഉള്ള മാനസികാവസ്ഥ ഞാൻ വല്ലാത്തൊരവസ്ഥയിലൂടെയായിരുന്നു. എന്താ വെച്ചാൽ കണ്ണേട്ടനും നാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് മനുവിനെയും പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് അബുദാബിയിൽ നിന്ന് എങ്ങനെയാണ് വീടെത്തിയെന്നുള്ളത് എനിക്കറിയില്ല. വളരെ ഒരു സൈലൻസ് ആയിരുന്നു.
ഇല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്തൊക്കെ ഞാൻ മോൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അങ്ങനെ വരിക ചെയ്യുക. അതെല്ലാ അമ്മമാർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് കരഞ്ഞ് പോയ ഒരു നിമിഷങ്ങളാണ് അതൊക്കെ. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഓരോ ലീവിൽ വന്ന് പോകുമ്പോഴും ആ ഒരു വിഷമം തന്നെയാണ്. അവൻ ഒറ്റയ്ക്ക് പോകണമല്ലോ, എൻ്റെ കുട്ടി അവിടെ പോയിട്ട് ഒറ്റയ്ക്കെല്ലാം ചെയ്യണമല്ലോ എന്നുള്ള ഒരു വിഷമം. പിന്നെന്താണെന്ന് വെച്ചാൽ നല്ല റെസ്പോൺസിബിളായിട്ടുള്ള രീതിയിൽ തന്നെ അവൻ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിക്കുന്നുണ്ട്. കൂടെ സപ്പോർട്ടീവായിട്ടുള്ള രീതിയിൽ ഞാൻ എന്നും ഫോണിൽ അവൻ്റെ കൂടെ ഉണ്ട്. സോ വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ്റെ മുമ്പിലൊന്നും ഞാൻ കാണിക്കാറില്ല. പക്ഷേ അവൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ ഞാൻ വല്ലാണ്ട് കരഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് എന്താ പറയുക, ഞാനൊരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടിയിട്ടായിരുന്നു ഞാൻ ഓടിച്ചിട്ട് മിണ്ടാണ്ട വരികയായിരുന്നു വണ്ടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ അവൻ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഫോണിലൂടെ രാവിലത്തെ കമ്മ്യൂണിക്കേഷൻ ഞാൻ ആസ് യൂഷ്വൽ ചെയ്തത്. അടുക്കളയ്ക്ക് ചെന്നതിന് ശേഷം ഓക്കെ, ഫ്രീസർ ബാഗ്സ് എടുത്തോ. അടുക്കളയ്ക്ക് ചെന്നിട്ട് ഫ്രീസർ ഓപ്പൺ ചെയ്യൂ. ഏത് കമ്പാർട്ട്മെൻറ്റാണ് ഒഴിഞ്ഞിരിക്കണേ? ഫ്രീസറിൽ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ഒഴിഞ്ഞിട്ടുണ്ടോ? വേക്കൻ്റ് ആണോ? ഓക്കെ, അപ്പോൾ ഈ ഫ്രീസർ ബാഗ് ഒന്ന് തുറക്കൂ. വൺ തുറക്കൂ. ഓക്കെ, അതൊന്ന് എടുക്കൂ, സാധനം എടുക്കൂ. ഉള്ളിന്ന് പതുക്കെ എടുക്കൂ. അതന്നെ, അതിന് തുറക്കണ്ട. വെരി ഗുഡ്. അങ്ങനെ എടുത്ത് ഉള്ളിൽ വെക്ക്. ഒന്നും പിടിക്കുക ഒന്നും വേണ്ട. അങ്ങനെ എടുത്ത് ഉള്ളിൽ വെക്ക്. എന്തറിയോ, ഈ ഫ്രീസർ ബാഗ്സിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ മാത്രം ഫ്രീസറിൽ വെച്ചിട്ട് മോൻ കിടന്നോളൂ. ഇപ്പം സമയം എത്രയായി അവിടെ? രാവിലെ 5 മണിയായോ? ഓക്കെ, നോ പ്രോബ്ലം. ആ ഫ്രീസർ ബാഗ് കഴിഞ്ഞില്ലേ? ഇനി അടുത്തത് അതേപോലെ ഫ്രീസർ ബാഗ്സ് 3 ഫ്രീസർ ബാഗ്സ് ഉള്ള സാധനങ്ങൾ മാത്രം എടുത്ത് ഉള്ളിൽ വെച്ചാൽ മതി. ബാക്കിയൊക്കെ സ്നാക്സ് ആണ്. നീ സമാധാനവും സാവകാശമായിട്ട് ഉറങ്ങി എണീറ്റിട്ട് പിന്നെ ചെയ്താൽ മതി. എന്തറിയോ, ഇതല്ലെങ്കിൽ നീ ഉറങ്ങി എണീക്കുമ്പോഴേക്കും വല്ലാണ്ട് ഇതാവും. ഇനിയിപ്പോൾ നമുക്ക് സമയമില്ലല്ലോ. ഫ്ലൈറ്റ് ഏത്തൻസിൽ ഇപ്പോൾ നിന്നില്ല. അതെന്താ അങ്ങനെ? ഭയങ്കര ടൈറ്റ് ആയിരിക്കും ബാഗ്. വിശക്കുണ്ടോ? ഓക്കെ, അത് കുഴപ്പമില്ല. നീ എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോളൂ. ആലു പൊറാട്ട, പനീർ പൊറാട്ട എല്ലാം ഉണ്ടല്ലോ. നാളെ കോളേജ് യൂണിവേഴ്സിറ്റിക്ക് പോകുമ്പോൾ വേണമെങ്കിൽ കൊണ്ടും പോവാട്ടോ. ഞാൻ പറഞ്ഞുതരാം. നാളെ ഇല്ലേ? വാട്ട്? നാളെ അല്ലടാ യൂണിവേഴ്സിറ്റിക്ക് ജോയിൻ ചെയ്യണ്ടേ? ശരി, മോൻ കിടന്നോ എന്നാല്. ബാക്കിയുള്ളതൊന്നും ഇപ്പം എടുത്തു വെക്കാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ വിളിക്കാം എന്നാൽ. ഓക്കെ, ബൈ. അങ്ങനെ അവൻ്റെ കാര്യം എല്ലാം റെഡിയാക്കി അവൻ പോയി ഉറങ്ങാൻ പോയി. അത് കഴിഞ്ഞതും നമുക്ക് ഉച്ചയൂണിൻ്റെ സമയമായി. അപ്പോൾ ഊണ് വന്നു കഴിക്കാനും ആൾക്കാരുണ്ട്, കൊണ്ടുപോകാനും ആൾക്കാരുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഉണ്ടാക്കിയത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് പച്ചടി, പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ പേർപ്പിൾ ക്യാബേജ് മെഴുക്ക് വരട്ടി, അതേമാതിരി എന്താണ് പറയുക, മട്ടയരി ചോറ്, ഓംലെറ്റ്, കേരള പപ്പടം, പുളിശ്ശേരി, ഇതൊക്കെയായിരുന്നു സിമ്പിളായിട്ടുള്ള
ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊടുത്തയക്കാനുള്ളത് നമ്മൾ റെഡിയാക്കി വെച്ചു. ഇവിടെ വന്ന് കഴിക്കുന്ന ആൾക്കാരും വന്ന് കഴിച്ചിട്ട് പോവായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ടോട്ടലി ഒരു വാക്യൂം അവസ്ഥയാണ് മോൻ വന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുന്നു എന്ന് മാത്രം. എനിക്ക് ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും പോരാ. ഞാൻ ഈ ഒരു സംഭവം ഈ സമയത്തൊന്നും തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഞാനൊക്കെ വളരെ ഡിപ്രഷൻ മോഡിലേക്ക് പോയേനെ, മോനും കൂടി അങ്ങോട്ട് പോയ സ്ഥിതിക്ക്. സോ ഇതൊക്കെ കറക്റ്റ് സമയത്താണ് ഞാൻ തീരുമാനമെടുത്തിട്ട് അത് എൻ്റെ മൈൻഡിനെ ഡൈവേർട്ടാക്കിയിട്ട് ജോലിക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ബിസി ആയിട്ട് നിൽക്കുന്ന സമയത്ത് മനസ്സ് അനാവശ്യമായിട്ടുള്ള ചിന്തകളിലേക്ക് പോവില്ല. അപ്പോൾ ഇത് ഒരു ക്ലയൻറ്റ് ഇത് കഴിക്കാനും കൊണ്ടുപോകാനും ആയിട്ടുള്ള രീതിയിൽ. ക്ലയൻറ്റ് നമ്പർ 2 വേണ്ട കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ വെജിറ്റബിൾ കട്ട്ലറ്റ് വേണമായിരുന്നു. പിന്നെ പനീർ ആൻഡ് മട്ടർ, അതായത് ഗ്രീൻ പീസ് ആൻഡ് പനീർ ഇട്ടിട്ടുള്ള കറിയായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തയച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മുടെ ഗാർഡനിൽ വളരെ സൈലൻസാണ് നമ്മുടെ വീട്. അപ്പോൾ എന്താണ് ഗാർഡനിലൂടെ ജസ്റ്റ് ഒന്ന് മിണ്ടാണ്ട് അവിടെ പോയിട്ട് ശരിക്കും സൈലൻസ് ആയിരുന്നു. ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിങ്ങിലൂടെ ആയിരുന്നു അന്നത്തെ ദിവസം ഞാൻ കഴിച്ചു കൂട്ടിയിട്ട് പോയതെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്തൊക്കെയോ എന്നെ തന്നെ ചെയ്യാൻ നോക്കി. ഞാൻ വളരെ എൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ള രീതിയിലൊക്കെ ഞാൻ നോക്കി എല്ലാ കാര്യങ്ങളും. പക്ഷേ ഐ വാസ് വെരി സൈലൻറ്റ്. ഞാൻ ഒന്നും ആരോടും ഒന്നും സംസാരിക്കുകയോ പിടിക്കുകയോ ഒന്നും വലുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് കംപ്ലീറ്റ് സൈലൻസ്. അതെപ്പോഴും മനു വന്ന് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഇതാവും. സോ ഞാൻ വളരെ സൈലൻ്റായിട്ട് ഇരിക്കുന്ന ദിവസമാണ് അതൊക്കെ. അപ്പോൾ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ ഉറങ്ങി എണീച്ച് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി. അത് കഴിഞ്ഞ രാത്രി അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പോഴും സംസാരിച്ചു. ഓക്കെ. എല്ലാവരും കണ്ടോ? അപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഉച്ചയ്ക്ക് ഇപ്പം സമയം എത്രയായി? ഓക്കെ. എന്താ പറയാ, ചുണ്ട് വല്ലാണ്ട് ഡ്രൈ ആയിരിക്കണമല്ലോ മോനെ. ഭയങ്കര തണുപ്പുണ്ടോ? എത്രയാണ്? 0. പെട്ടെന്ന് ദുബായിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് 0യിലേക്ക് പോകുമ്പോൾ ചുണ്ട് വല്ലാണ്ട് ഡ്രൈ ആയിരിക്കണു മുന്നേ. എന്തോ ഒരു നീര് വന്ന പോലെ, വീർത്ത പോലെ ഉണ്ടല്ലോ. ഡ്രൈ ആയിരിക്കുക. ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ട്സ് ഒക്കെ കണ്ട് എന്ത് പറയുന്നു എല്ലാവരും? ഓക്കെ. ഓക്കെ. And the first years are left with stuff like OBG, gynecology, psychiatry. Okay. Which are not my specialty cup of tea, especially for nursing. Okay. അപ്പോൾ മോൻ നോക്കുന്നത് കാർഡിയോളജി. Cardiology or emergency medicine first. ഓക്കെ. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനും മനുവും അങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്ന ടൈപ്പാണ്. അവൻ കുറേ നേരം സംസാരിക്കും എൻ്റെ അടുത്ത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ സംസാരിച്ച് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ എല്ലാവർക്കും.